കറണ്ട് അഫയേഴ്സ് ആൻഡ് ജി കെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മധ്യപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രി. ഉത്തരം മോഹൻ യാദവ്. രാജസ്ഥാൻ്റെ പുതിയ മുഖ്യമന്ത്രി. ഉത്തരം ഭജൻലാൽ ശർമ്മ. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി. ഉത്തരം രേവന്ത് റെഡ്ഡി. ഛത്തീസ്ഗഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി. ഉത്തരം വിഷ്ണുദേവ് സായി. മിസോറാമിൻ്റെ പുതിയ മുഖ്യമന്ത്രി. ഉത്തരം ലാൻഡു ഹോമ. ISRD-PM അഥവാ സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ് എന്ന പ്രാദേശിക പാർട്ടിയുടെ നേതാവാണ് ലാൻഡു ഹോമ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ പുതിയ പേര്. ഉത്തരം MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം. ടൈം വാരിക 2023 പ്രശസ്ത വ്യക്തിയായി തിരഞ്ഞെടുത്തത്. ഉത്തരം US പോപ്പ് ഗായിക ടൈലർ സ്വിഫ്റ്റ്. ടൈം മാഗസിൻ്റെ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. ഉത്തരം അർജൻറ്റീനയുടെ ഫുട്ബോൾ താരം ലയണൽ മെസ്സി. പാർലമെൻറ്റിൽ ചോദ്യം ഉന്നയിക്കാൻ കോഴ വാങ്ങിയതിൻ്റെ പേരിൽ ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട MP. ഉത്തരം തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹുവ മൊയ്ത്ര. നവംബർ മാസം ചെന്നൈയിലും ആന്ധ്രയിലും നാശം വിതച്ച ചുഴലിക്കാറ്റാണ്. ഉത്തരം മിഷോം. 28ാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നൽകി ആദരിച്ചത്. ഉത്തരം കെനിയൻ സംവിധായക വനൂരി കഹിയുവിനെ. ഐക്യരാഷ്ട്ര സംഘടന 2024 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉത്തരം ക്യാമിലുകളുടെ വർഷമായി. 28ാം കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത്. ഉത്തരം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. 28ാം കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചത്. ഉത്തരം ഉസ്ബെക്കിസ്ഥാൻ സംവിധായകൻ ഷോക്കിൻ ഖോലിഖോവ്. ചിത്രം സൺഡേ. 28ാം കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള പുരസ്കാരവും നവാഗത സംവിധായകനുള്ള രജത ചകോരവും നേടിയത്. ഉത്തരം ഫാസിൽ റസാക്ക്. ചിത്രം തടവ്. 28ാം കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം നേടിയത്. ഉത്തരം ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്ന ചിത്രം. 28ാം കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള നവാഗത സംവിധാനത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത്. ഉത്തരം B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിന് സംവിധാനം ചെയ്തത് ശ്രുതി ശരണ്യ. സമഗ്ര സംഭാവനയ്ക്കുള്ള ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത്. ഉത്തരം പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫർ സനൂസിക്ക്. ഇന്ത്യക്ക് വേണ്ടി രാജ്യാന്തര ക്രിക്കറ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരളീയ താരം. ഉത്തരം സഞ്ജു സാംസൺ, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. 2023 PV സ്വാമി പുരസ്കാരം ലഭിച്ചത്. ഉത്തരം മോഹൻലാലിന്. വിനോബ ഭാവെയുടെ മാനസപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന അടുത്തിടെ അന്തരിച്ച പ്രശസ്ത വനിതയാണ്. ഉത്തരം പരിവ്രാജിക AK രാജമ്മ. ഓസ്ട്രേലിയയും US-ഉം ബ്രിട്ടനും ചേർന്നുള്ള ഒരു സൈനിക സഖ്യമാണ്. ഉത്തരം ഓക്കസ്. 2001 ഓക്കസ് രൂപീകരിച്ചത്. കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയിൽ നാവികസേനയ്ക്കായി നിർമ്മിച്ച് പുറത്തിറക്കിയ 3 യുദ്ധക്കപ്പലുകളാണ്. ഉത്തരം INS മാഹെ, INS മാൽവൻ, INS മാൻഗ്രോൾ. അടുത്തിടെ അന്തരിച്ച പ്രമുഖ അമേരിക്കൻ നയതന്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമാണ്. ഉത്തരം ഹെൻറി ആൽഫ്രഡ് കിസിഞ്ചർ.
ഇന്തോനേഷ്യയിൽ അടുത്തിടെ പൊട്ടിത്തെറിച്ച സജീവ അഗ്നിപർവ്വതമാണ്. ഉത്തരം മൊറാപ്പി. രാജ്യത്തെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ആണ്. ഉത്തരം കൃത്രിം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമാണ്. ഉത്തരം SDB, സൂറത്തിലെ ഡയമണ്ട് ബോക്സ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ്. ഉത്തരം സമർ. കേരള കാർട്ടൂൺ അക്കാദമിയുടെ പുതിയ ചെയർമാൻ. ഉത്തരം സുധീർ നാഥ്. മുതലാളിത്ത ആഗോളവൽക്കരണ വിരുദ്ധ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏതാണ്? ഉത്തരം എംപയർ. ഇറ്റാലിയൻ തത്വചിന്തകൻ അന്റോണിയോ നെഗ്രിയും അമേരിക്കൻ തത്വചിന്തകൻ മൈക്കിൾ ഹാർഡും ചേർന്നെഴുതിയ കൃതിയാണിത്. ചൈനയിൽ അടുത്തിടെ ഭൂകമ്പമുണ്ടായ പ്രദേശമാണ്. ഉത്തരം ഗാൻസു കിങ്ഹായ്. ഗ്യാൻവാപി മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം. ലോക കുടിയേറ്റ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 18. UN കുടിയേറ്റ ദിനാചരണം അംഗീകരിച്ചത്. ഉത്തരം 2000. കുടിയേറ്റ ദിനവുമായി ബന്ധപ്പെട്ട ഈ വർഷത്തെ പ്രമേയം. ഉത്തരം പ്രൊമോട്ടിംഗ് സേഫ് മൈഗ്രേഷൻ, സുരക്ഷിതമായ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സന്ദേശം. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന രാജ്യത്തെ മൂന്നാമത്തെ വനിത. ഉത്തരം R വൈശാലി. പ്രശസ്ത ചെസ് താരം പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് വൈശാലി. 2023 ബ്രിട്ടനിലെ ബ്ലെച്ച്ലിക്ക് ശേഷം AI സുരക്ഷാ ഉച്ചകോടി നടന്നത്. ഉത്തരം ന്യൂഡൽഹിയിൽ. 2023 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് അവാർഡ് നേടിയത്. ഉത്തരം ലോങ് ജംപ് താരം M ശ്രീശങ്കർ. ഈ വർഷത്തെ അർജുന അവാർഡ് ജേതാവ് കൂടിയാണ് ശ്രീ M ശ്രീശങ്കർ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഉത്തരം കവിയും നിരൂപകനുമായ EV രാമകൃഷ്ണന്. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന നിരൂപണ ഗ്രന്ഥത്തിനാണ് അവാർഡ് ലഭിച്ചത്. 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഉത്തരം പ്രശസ്ത ബാഡ്മിൻ്റൺ താരങ്ങളായ സാത്വിക് സായിരാജ് രംഗറെഡ്ഡിക്കും ചിരാഗ് ഷെട്ടിക്കുമാണ് ഇത്തവണത്തെ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്.